അത് പറയാൻ ഇത് ഇൻക്ലൂഡിലാണ്. ഇതൊരു SHO ഇയാൾ ഈ കുഴപ്പം കാണിച്ചാൽ അത് കേരളം മുഴുവൻ ബാധിക്കുന്ന കാര്യങ്ങളല്ല. എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ പഠിച്ചവർക്ക് ഒരു പ്രശ്നവുമില്ല. ഇതുപോലെ മണ്ടത്തരം കാണിച്ച് പഠിക്കാതെ ഇരുന്ന് എന്തോ വലിയ സംഭവമാണ് താനെന്ന് സ്വയം തോന്നുന്ന മണ്ടന്മാരായ ആൾക്കാരല്ലേ ഇങ്ങനെ കാണിക്കുന്നത്. കാരണം ഇത് ചിലപ്പോൾ റിമൂവലിന് പോകും, അയാളെ സർവീസിൽ നിന്ന് റിമൂവൽ ആവുക. മറ്റൊരു കുട്ടിയുടെ 22 ദിവസത്തേക്കാണ് വന്നു കഴിഞ്ഞിരിക്കുന്നത്. കാരണം ആ കുട്ടി അവിടെ ഒരു പരാതിയായിട്ട് ചെന്നതാണ്, ചുമ്മാ ബോഗസ് പരാതിയല്ല. ആ കുട്ടി അത് പരാതിയായിട്ട് അവിടെ ചെന്നു. തന്നെ ഒരുത്തൻ, അവന്റെ പേര് മറന്നുപോയി, അയാള് പറ്റിച്ചതാണ്. തന്റെ ഡോക്യുമെന്റ് അജയ് ഘോഷ് പറ്റിച്ചതാണ്. അയാൾ എന്ത് ചെയ്ത് വാങ്ങിച്ചു. അത് തന്നെയല്ല, ആ 22 ദിവസം കിടന്നവർ പറയുന്നുണ്ട് അവർക്ക് പണം ആവശ്യം. അയാള് വിദേശത്തു നിന്ന് ഇപ്പൊ 5 വർഷമായി കേരളത്തിൽ വന്നിട്ടുള്ളൂ. 5 സെന്റ് സ്ഥലവും കണ്ട പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടി പറയണത് ഇങ്ങനെ ഒരാളെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അയാൾ വിശ്വസിച്ചു. അങ്ങനെ അയാളെ സമീപിച്ചപ്പോൾ പറഞ്ഞു പൈസ പെട്ടെന്ന് കിട്ടും, മുടങ്ങിയ ചിട്ടിക്ക് ഉള്ള പൈസ നിങ്ങൾ അടയ്ക്കാൻ. ആ പൈസ ഇവർ കൊടുത്തിട്ടുണ്ടാവും, ചെക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. അത് വലിയ മണ്ടത്തരം. അത് എന്നിട്ട് അതിന്റെ പ്രതിയുടെ മൊഴി വാങ്ങിച്ചിട്ട് കേസെടുത്തിട്ട് വലിയ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും പോലീസ്. ഇപ്പൊ ഹൈക്കോടതിയുടെ അടുത്ത കാലത്തെ 2-3 വിധി ഞാൻ കണ്ടു. ഒരാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞ് വിധിയായിട്ടുണ്ട്. മലീഷ്യസ് ആയി പ്രോസിക്യൂഷൻ ഒരാളെ ജയിലിൽ പിടിച്ചിട്ടാലേ അയാൾക്കെതിരായിട്ടൊരു കേസ് ഇല്ലെന്നുണ്ടെങ്കിൽ, നിലനിൽക്കുന്നില്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കണം പോലീസ്.